പാലിക്കേണ്ടവരാണ്. അങ്ങനെ ഇരിക്കെ യഹൂദനായ ഔസേപ്പ് കല്യാണ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന പെണ്ണ് ഗർഭിണിയായിട്ട് കാണപ്പെട്ടു. ഇപ്പോൾ യഹൂദ നിയമം അനുസരിച്ച് ഔസേപ്പ് എന്ത് ചെയ്യണം പറയും? ഔസേപ്പ് ഉടനെ ഫരിസേയ പ്രമാണിമാരെ അല്ലെങ്കിൽ സഭയിലെ ജ്യേഷ്ഠന്മാരെ വിവരം അറിയിക്കണം, ഇല്ലേ? വിവരം അറിയിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? വിവരം അറിയിച്ചു കഴിഞ്ഞാൽ ഈ മോശയുടെ നിയമപ്രകാരം അവളെ പരസ്യമായിട്ട് അവഹേളിക്കുകയും കല്ലെറിഞ്ഞ് കൊല്ലുകയും വരെ ചെയ്യാം. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കണം, അവനൊരു നീതിമാനാകയാൽ. മനസ്സിലായ? ഏത് തരത്തിലുള്ള നീതിയാണത്? യേശുക്രിസ്തുവിലുള്ള നീതി, ഫരിസേയരുടെ നീതിയല്ല. നീതിമാനാകയാൽ അവൻ അവളെ അവഹേളനയ്ക്ക് മാത്രമാക്കാതെ മിണ്ടാതെ പുറോട്ട് പോയി. സ്നേഹമുള്ളവരെ, ഇത് നമ്മുടെ ഒരു ബലഹീനതയല്ല, അത് ശക്തിയാണ്. ആരെങ്കിലും തെറ്റ് ചെയ്തത് കണ്ടുമ്പോൾ ഉടനെ അതങ്ങ് പറഞ്ഞ് നാലാളോട് അറിയിച്ചില്ലെങ്കിൽ സമാധാനമാവില്ല എന്നുള്ള അവസ്ഥ ശരിയല്ല. മറിച്ച് കർത്താവ് കാണുന്നുണ്ട്, നമ്മൾ മിണ്ടണ്ട, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതൊരു ബലഹീനതയല്ല, അതാണ് ദൈവരാജ്യം. അതാണ് ഈശോ പറഞ്ഞത്, അവൻ കണ്ടിട്ടും കാണുന്നില്ല. അപ്പോൾ ഈ ബോധ്യത്തിൽ നമ്മൾ ഈ വിശുദ്ധ ബലിയിൽ നമ്മളിലുള്ള ഈ ഫരിസേയ മനോഭാവത്തെ വെള്ളം വീഞ്ഞാക്കുന്ന പോലെ രൂപാന്തരപ്പെടണം. നമുക്കത് മാറ്റാൻ പറ്റില്ല, നമുക്കത് മാറ്റാൻ പറ്റില്ല. കർത്താവേ, ഞാൻ എൻ്റെ ഈ ഫരിസേയനെ ഇതായി ഇവിടെ സമർപ്പിക്കണം. ഇന്നൊറ്റ ദിവസം കൊണ്ട് എന്നെ പുതുവീഞ്ഞാക്കണം, എൻ്റെ പഴയ തോൽക്കൂടം മാറ്റണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കുർബാനയ്ക്ക് തയ്യാറാകാം.